പ്രശാന്ത് കിഷോറിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. കോടതിയെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണോ എന്നാണ് മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ പാർട്ടിയോട് സുപ്രീം കോടതി ചോദിച്ചത്. 2025 നവംബറിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ജൻസുരാജ് പാർട്ടിയുടെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാർട്ടിയെ തഴഞ്ഞില്ലേ എന്നും എന്നിട്ടും കോടതിയെ പബ്ലിസിറ്റിക്കായി ഉപയോഗിക്കുകയാണോ എന്നുമായിരുന്നു കോടതി ചോദിച്ചത്. പിന്നാലെ കോടതി ഹർജി തള്ളുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. എത്ര വോട്ടാണ് നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയത് എന്നും ജനങ്ങൾ നിങ്ങളെ തഴഞ്ഞില്ലേ എന്നും ചോദിച്ച കോടതി സുപ്രീം കോടതിയെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണോ എന്നും ചോദിച്ചു. ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും പാർട്ടിക്കെതിരെ രംഗത്ത് വന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് നിങ്ങൾക്ക് പറയാനാവുക എന്നും നിങ്ങൾ അധികാരത്തിലെത്തിയാലും ഇത് തന്നെയല്ലേ ചെയ്യുക എന്നും ജോയ്മല്യ ബാഗ്ചി ചോദിച്ചു. രാജ്യത്തെല്ലായിടത്തുമുള്ള കാര്യമല്ലല്ലോ ഇത് എന്നും എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാത്തത് എന്നും ജഡ്ജി ചോദിച്ചു. രൂക്ഷ വിമർശനത്തിനിടെ പാർട്ടിയുടെ അഭിഭാഷകൻ ഇത് അഴിമതിയുടെ മാത്രം പ്രശ്നമല്ല എന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പ്രശ്നമാണ് എന്നും വാദിച്ചു. ഇതിനോട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പ്രയോജനമുണ്ടായി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായോ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. കഴിഞ്ഞ ദിവസമാണ് 2025 നവംബറിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ചാണ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടി ഹർജിയിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജനയിലേക്ക് പുതിയതായി ഗുണഭോക്താക്കളെ ചേർക്കുകയും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ത്രീ വോട്ടർമാർക്ക് 10,000 രൂപ നൽകിയതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനായി ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ ലംഘനമാണ് ഇത് എന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഇതിലൂടെ ബീഹാർ ഭരണകൂടം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങളാണ് ചെയ്തത് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സ്ത്രീ വോട്ടർമാർക്ക് പണം നൽകിയത് ഭരണഘടനയുടെ 14, 21, 112, 202, 324 എന്നീ വകുപ്പുകളുടെ ലംഘനമാണ് എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ലഭിച്ചത്.